അതിനെന്താ തെറ്റ്? കേരളത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിയല്ല ശ്രീ പിണറായി വിജയൻ, അദ്ദേഹം കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു നടനുമായിട്ട് ഒരു ഇന്റർവ്യൂ നടത്തിയ ഞങ്ങൾ അതിനൊന്നും പരിഹസിക്കില്ല, ഒരു തെറ്റുമില്ല. പക്ഷെ എനിക്ക് ഒറ്റ പ്രശ്നമുള്ളൂ, 2008 ഉമ്മൻചാണ്ടി ജയ്ഹിന്ദ് ചാനലുമായിട്ട് ഇതുപോലെ ഒരെണ്ണം നടത്തിയിരുന്നു. അന്നിട്ട പേരായിരുന്നു ഇരുവർ, ആ പേരെങ്കിലും മാറ്റായിരുന്നു. കൊല്ലം ഇത്രയല്ലേ. അല്ല മോഹൻലാലുമായിട്ട് നടത്തിയില്ലൊന്നും യാതൊരു വിരോധവും നമുക്കില്ല. നല്ല കാര്യമല്ലേ? ഇടയ്ക്കൊന്ന് മുഖ്യമന്ത്രി ഒന്ന് ചിരിച്ച് നമ്മളൊന്നും കൂടി കാണട്ടെ, ചിരിച്ചൊക്കെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണം. ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാറില്ലല്ലോ. 50 മിനിറ്റ് മറ്റേ ഓൾ ഇന്ത്യ റേഡിയോ ആണല്ലോ, മൻ കി ബാത്ത് ആണല്ലോ. ഇങ്ങോട്ട് മാത്രം പറയണല്ലേ കേൾക്കാൻ പറ്റുള്ളൂ. അങ്ങോട്ട് ചോദിക്കണത് നേരത്തെ പ്ലാൻഡ് ആയിട്ടുള്ള 4 ചോദ്യമല്ലേ ചോദിക്കുന്നത്. ശരിക്കുള്ളത് 5ാമത്തെ ചോദ്യം വരുമ്പോൾ സമയമായി എന്ന് പറഞ്ഞാൽ അദ്ദേഹം എണീക്കാറില്ല പതിവ്. മോഹൻലാലിനോടെങ്കിലും മറുപടി പറയട്ടെ. സുപ്രീം കോടതി കോൺഗ്രസിന്റെയും അതുപോലെ തന്നെ KSUവിന്റെ ഒക്കെ വാദങ്ങൾ തള്ളിയിട്ട് സർക്കാരിന് എന്തുകൊണ്ട് വികസന കാര്യത്തിൽ അഭിപ്രായം ചോദിച്ചുകൂടെ, അതിനെന്താ തെറ്റെന്ന രൂപത്തിൽ സുപ്രീം കോടതിയുടെ വിധിക്കുകയാണ്. സുപ്രീം കോടതി സർവേ നടത്തുന്ന അനുമതി അല്ല, അതിലൊന്നും നമുക്ക് തെറ്റില്ല. സർക്കാർ നവകേരള സർവേ നടത്തുന്നതിൽ തെറ്റില്ല. പക്ഷേ ആദ്യം സർക്കുലർ ഇറക്കിയത് ആരാണ്? CPM സംസ്ഥാന കമ്മിറ്റിയാണ്. നവകേരള സർവേ നടത്താൻ CPM സംസ്ഥാന കമ്മിറ്റിക്ക് DYFIക്കാരെ CPMകാരെയും വെച്ച് നവകേരള സർവേ നടത്തിയിട്ട് സർക്കാരിന്റെ ഖജനാവിന്ന് ഞാനും ഇവരുമൊക്കെ നികുതി അടക്കണ പൈസ എടുത്തിട്ട് സർക്കാരിന്റെ ക്യാമ്പയിൻ നടത്തണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞുള്ളൂ. ഹൈക്കോടതി നല്ല വിധിയായിരുന്നു. അത് ആദ്യത്തെ ഒരു സ്റ്റേ കൊടുത്തതേ ഉള്ളൂ. അതിന്റെ ഹിയറിംഗ് നടക്കുമ്പോൾ ആ സ്റ്റേ പിൻവലിക്കും. ഞങ്ങൾ കേസ് നടത്തിക്കോളാം, ഞങ്ങൾ സുപ്രീം കോടതിയിൽ നടത്തും. അത് മറന്നുപോയി. ഇപ്പൊ ഇന്നലെ വേറൊരു ഇത് ഹൈക്കോടതിയിൽ നിന്ന് കിട്ടിയല്ല, ഡാറ്റ മോഷ്ടിച്ചതിന്. മോഷണ കേസാണ്, ഡാറ്റ മോഷണ കേസാ. മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഓഫീസുമാണ് പ്രതികളാകേണ്ടത്. സാധാരണക്കാരന്റെ ഡാറ്റ അവന്റെ അറിവില്ലാതെ അത് ദുരുപയോഗം ചെയ്തു പാടില്ല എന്നുള്ള ഹൈക്കോടതി വിധി നേരത്തെ ഉണ്ട്. അപ്പൊ ഇന്നലെ കോടതി രൂക്ഷമായ ഭാഷയിലാണ് ഇനി ഒരു മെസ്സേജ് പോലും അയക്കരുതെന്ന് പറഞ്ഞു. ഇത് ഓർപ്പിച്ചാൽ നന്നായി, മറ്റേത് പറയാൻ പറ്റില്ല. വൈക്കം മണ്ഡലത്തിലാണെങ്കിലും വട്ടിയൂർക്കാവ് മണ്ഡലത്തിലാണെങ്കിലും സ്വകാര്യ ഏജൻസി ആ പ്രദേശത്തെ സ്ഥാനാർത്ഥി നടത്തും. വട്ടിയൂർക്കാവിലാണെങ്കിൽ K മുരളീധരന് നിങ്ങൾക്ക് മാർക്കിടാം, വീണ എസ് മാർക്കിടാം, വൈഷ്ണവിക്ക് മാർക്കിടാം എന്ന് പറഞ്ഞുകൊണ്ട് സന്ദേശങ്ങൾ പോവുകയാണ്. പല മണ്ഡലങ്ങളിലും ഇത്തരത്തിൽ സർവേ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് കോൺഗ്രസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏജൻസിയാണോ? അതിനെക്കുറിച്ച് എനിക്കറിയില്ല. ഞാൻ UDF ചെയർമാനാണ്. UDFO അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി അങ്ങനെ ഒരു സർവേ നടത്തണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.